സുനിലേട്ടൻ, സുനിൽ സുഗത എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. കപ്പ്യാരി മുതൽ തുടങ്ങി ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന, എങ്ങനെയുണ്ട് തൃശ്ശൂരുകാരന്? തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും പ്രത്യേക സന്തോഷമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ, ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. ഇന്നലെ സുനിലേട്ടൻ ഒരു AI വീഡിയോ പങ്കുവച്ചിരുന്നു, തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചെറിയ ചരിത്രം AIയിലൂടെ. അത് ആരാണ് ആ സംവിധാനം ചെയ്തത്? അത് ഗോകുൽ, പുതിയ മറ്റേ ഒരു അഡ്വർടൈസിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇത് കണ്ടത് ഇന്നലെ ആ ഒരു സിനിമയിലാണ്. അത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട്, കാരണം വെറും ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടാണ് ഫുള്ള് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനാണ് അതിൻ്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകത തോന്നി, സാധാരണ നമ്മൾ ഒരു വിഷ്വൽ കണ്ടിട്ട് അതിന് ഡബ് ചെയ്യാതിന്, ഇത് ആദ്യം ഡബിങ്ങാണ് നടത്തിയത്, അതിനനുസരിച്ചിട്ടാണ് വിഷ്വൽ ഉണ്ടാക്കിയത്. അതിനൊരു സാധ്യതകൾ എത്ര ചെറിയൊരു തരത്തിൽ ചെയ്തിരിക്കുമെങ്കിലും ഇതൊരു വൻ സാധ്യതയാണ് അത് തുറന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഇവന്റിന്റെ ഒപ്പം അത് വരുമ്പോൾ ഏയുടെ സാധ്യതകൾ അല്ലേ. അല്ലെങ്കിൽ സാധാരണ ഞാൻ പോലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പോലെ ഞാൻ ഇത്ര പോലും കണ്ടിട്ടില്ല. എന്തായാലും നല്ലൊരു എഫക്റ്റ്. കൂടുതൽ ആളുകൾക്ക് ഫേസ്ബുക്കിൽ കാണാൻ കഴിഞ്ഞാണ്. തൃശ്ശൂർ പൂരത്തിന്റെ സുനിലേട്ടനാണ് അതിന് ശബ്ദം കൊടുത്തത്. അപ്പൂപ്പനായിട്ട് ഈ കാര്യങ്ങൾ കഥ പറയുന്നതാണ്. അക്ഷയ കണ്ടു കാണുമായിരിക്കും അല്ലേ? മഴ പെയ്തു തുടങ്ങുന്നുണ്ട്, ഇത്തിരി ശങ്കയുണ്ട് ഉള്ളില്. ഈ മഴയുണ്ട്, നമ്മളിപ്പോൾ കാണുന്നവരൊക്കെ ഇവിടെ ഒരു വലിയൊരു ആവേശമൊക്കെ ആഘോഷമൊക്കെ പ്രതീക്ഷിച്ച് രാവിലെ, പക്ഷെ ഒരു മഴ മൂടെങ്കിലും നനത്തിരിക്കുക. ഒരു പാട്ട് പാടി നമുക്ക് വേണ്ടി ഒന്ന് കാണാക്കി തരും. ഞാൻ പാടില്ല, രണ്ടുപേരും ഒപ്പം അഭിനയിക്കാൻ എനിക്ക് വളരെ സന്തോഷം. ദിവേശ് കണ്ട ശരി, ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിൽ അഭിനയിച്ചിരുന്ന ആളുകൾ. രണ്ടുപേരും കൂടി ഒരു പാട്ട്. ഇല്ല അല്ല, പാട്ട് സപ്പോർട്ട് ചെയ്യാം. അല്ല, ഞങ്ങള് രംഗചേതന ഓർക്കാതിരിക്കാൻ പറ്റില്ല. രംഗചേതനയിലാണ് ഞാൻ സുനിലേട്ടനെ ആദ്യം കാണുന്നത്. അവിടുത്തെ സൺഡേ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഒരു ദിവസമാണ് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ സുനിലേട്ടനില്ലേ, ഇത് രംഗചേതനയിലെ സുനിലേട്ടൻ. അപ്പൊ അങ്ങനെ അതെ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിന്റെ പേരും പെരുമയും ഒക്കെ അങ്ങനെ തമിഴിലും ഒക്കെ എനിക്കറിയാം. തമിഴിലെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇപ്പോൾ പുതിയ സിനിമകൾ വരാൻ പോവുകയാണ്. പോസ്റ്റർ ഷെയർ ചെയ്യുന്ന നടക്കുന്ന സിനിമ മരണമാസ് തമിഴിലെ മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഇറങ്ങിയത്. ബ്ലഡി ബെഗർ എന്ന് പറഞ്ഞത്, അതിപ്പോ പുറത്തൊഴിൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്. സുനിലേട്ടാ, ഇപ്പൊ മഴ നനയണ്ട. ആ വീഡിയോയില് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അതായത് അകറ്റി നിർത്തപ്പെട്ടവരുടെ അല്ലേ ഒക്കെ ശബ്ദമായി ഒരു രാജാവ് മാറുന്നു. അതൊരു നാടിന്റെ മുഴുവൻ പ്രതീകമായി മാറുന്നു. അങ്ങനെ ഒരു വലിയ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായി പൂരം മാറുന്നു. അപ്പോൾ അത് നമുക്ക് എപ്പോഴും സന്തോഷം വരുന്ന കാര്യമാണ്. അതെ തീർച്ചയായിട്ടും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇതൊരു വിഷ്വലായി വരുമ്പോഴേ അതങ്ങനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവാണ്. ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമായി. അല്ലേ സുനിലേട്ടൻ, ചെറുപ്പത്തിൽ പൂരം വന്നതിനും ഇപ്പോൾ വരുന്നതിനും രണ്ടാണല്ലോ. എങ്ങനെയാണ് പൂരത്തിന്റെ മാറ്റവും സുനിലേട്ടന്റെ മാറ്റവും? അല്ല, പൂരം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആസ്വദിക്കേണ്ട ഒരു സംഭവം. അതിപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് അത് സാധിക്കുന്നില്ല, അറിയാലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആസ്വാദനമുള്ളൂ, അങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ആസ്വാദനമൊക്കെയുള്ള. ഇപ്പോൾ ചെറുപ്പം മുതലേ വരുന്നതാണ്. ചെറുപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്രൗഡ് കൂടിയെന്നാണ് ഭയങ്കരമായിട്ട്. അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ. അതെ വയസ്സറിയിക്കാൻ എന്നാലും ഉള്ളപ്പൊക്കെ വരാറുണ്ട്, എല്ലാവർക്കും വരാറുണ്ട്. അല്ല, ഈ സിനിമാ സംഘത്തിലെത്തിയപ്പോൾ അതിന്റെ സൗഹൃദങ്ങൾ പൂരത്തിന്റെ ഒപ്പം വന്നു ചേരാറുണ്ട്? ഇല്ല, ഞാൻ തന്നെ വരുന്നത് കുറവായിരുന്നു പൂരത്തിന്. നമ്മള് വെറുതെ അവിടെ ഇവിടെ നിന്നിട്ട് പൂരം ആസ്വദിച്ചിട്ട് കാര്യമില്ല. പൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ കയറി അതിന്റെ വിശർപ്പിലും ചൂടിലൊക്കെ തന്നെ ആസ്വദിക്കുന്നത് കാര്യമല്ലേ. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞും അങ്ങനെ വരാൻ സാധിക്കാറില്ല. പിന്നെ ചില സമയത്ത് ഉണ്ടാവാറില്ല, പല സമയത്തും ഉണ്ടാവാറില്ല. അപ്പൊ എന്തായാലും സുനിലേട്ടാ, നമുക്ക് കാണാം. ഗംഭീരാവട്ടെ സിനിമാ മേഖലയും നമ്മുടെ പൂരം അല്ലേ. ഹാപ്പി പൂരം. ഓക്കെ.